ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രാക്ടീസ് ഡേ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത കോസ്റ്റ്യൂംസിൻ്റെ ബ്ലൗസുകൾ മാത്രം ഞാനെടുത്ത് കയ്യിൽ വെച്ചു. കാരണം ഓരോരുത്തർക്കും ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോയാലല്ലേ നമുക്ക് ഇട്ട് നോക്കി ഓൾട്ടർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഞാനെടുത്ത് കയ്യിൽ വെച്ചു. ഇന്നാണെങ്കിൽ കറക്റ്റ് എൻ്റെ കയ്യിൽ വണ്ടിയില്ല, അനുപേട്ടൻ വന്നിട്ടുള്ളത് കൊണ്ട്. അനുപേട്ടന് കാറെടുത്ത് ഫ്രണ്ടിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് ഈ കോസ്റ്റ്യൂമുകളെല്ലാം ഒരു കവറിലാക്കി ഓട്ടോ പിടിച്ച് ഞാനിപ്പോൾ സൗഷ്ഠവയിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴി ലക്ഷ്മി ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോകുന്ന ഓട്ടോ തന്നെ ചേച്ചിയും കയറാം. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ പൈസ ഷെയർ ചെയ്താൽ മതിയല്ലോ. അതായത് രണ്ട് ഓട്ടോ വിളിച്ച് പോകുമ്പോൾ നമ്മൾ ഫുൾ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ പൊറ്റേമിലെത്തിയിട്ട് ഞാൻ ലക്ഷ്മി ചേച്ചീനെ വെയിറ്റ് ചെയ്ത് ഓട്ടോയിലിരിക്കാം. നല്ലൊരു ഓട്ടോ ചേട്ടനെ എനിക്ക് കിട്ടിയതും. കാരണം വഴിയിൽ നിന്ന് തന്നെ നിർത്തി എവിടേക്കാന്ന് വെച്ച് ഓട്ടോ കയറി എത്ര ആളെ വേണമെങ്കിലും നീ ഓട്ടോ കയറ്റിക്കോ, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് നല്ല അടിപൊളി ചേട്ടൻ. അപ്പോൾ അങ്ങനെ നമ്മൾ സൗഷ്ഠവയിലെത്തി. സൗഷ്ഠവേൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പ് ഫ്ലോർ, എനിക്ക് തോന്നുന്നു 4th ഫ്ലോറാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ വേറെ എന്തോ ഒരു ക്ലാസ് കഴിഞ്ഞ് സാറ് ഡോർ അടച്ചിട്ടിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ എത്തിയതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. നമുക്ക് സൗഷ്ഠവയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തളി അമ്പലത്തിൻ്റെ ചുറ്റമ്പലം കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീല് കിട്ടും നമുക്ക് സൗഷ്ഠവയിലേക്ക് കയറുമ്പോൾ. കാരണം തളീൻ്റെ കുളവും എല്ലാം കാണാം. നമുക്ക് ആ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലക്ഷ്മി ചേച്ചി ഡോറൊക്കെ തുറന്ന് നമ്മൾ രണ്ടുപേരും കൂടി ഉള്ളിലേക്ക് കയറുക. ഉച്ച സമയമായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. നമ്മൾ ശരിക്കും ഓവനിലേക്ക് കയറിയിരിക്കുന്നൊരു ഫീലാണ് ഇതിനകത്ത് കയറുമ്പോൾ. പിന്നെ അതിൻ്റെ മുന്നിലുണ്ടോ നല്ലൊരു എന്താ പറയുക, കുറേ ഫോട്ടോസ്, ദൈവത്തിൻ്റെ ഫോട്ടോസും നടരാജ വിഗ്രഹമൊക്കെ വെച്ച് ശരിക്കൊരു അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു നമുക്ക് ഭയങ്കര ഒരു ശുദ്ധിയോടുകൂടി കയറണം എന്നുള്ളൊരു ഫീലൊക്കെ വരുന്നൊരു സ്ഥലമാണത്. ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് സാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഇപ്പോൾ ഞാൻ സൗഷ്ഠവ കാണുന്നതൊക്കെ. അപ്പം ഇവിടെയാണ് നമ്മൾ മാഷ് വരുന്നുണ്ടോ എന്ന് നോക്കി വേഴാമ്പലുകളെ പോലെ പുറത്തു നോക്കി നിൽക്കുന്ന സ്ഥലം. ഇത് തളീൻ്റെ കുളം. ഈ ഒരു സൈഡിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്യാറുള്ളത്. സ്വതവേ ഇവിടെ വരുമ്പോൾ എനിക്ക് കാർ പാർക്കിങ്ങിന് സ്പേസ് കിട്ടൽ കുറവാണ്. ഇന്ന് ഞാൻ വണ്ടി കൊണ്ടുവരാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഒരുപാട് സ്ഥലമുണ്ട് വണ്ടി നിർത്താൻ. അതുകൊണ്ട് സൺഡേ ആയതുകൊണ്ടാണോ എന്നും അറിയില്ല. എന്തായാലും ആരും വന്നിട്ടില്ല. അപ്പം ഞാനും ലക്ഷ്മി ചേച്ചിയും പുറത്തേക്ക് നോക്കി എന്താ ഇവർ വരാത്തതെന്ന് വിചാരിച്ച് എല്ലാവരെയും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. അപ്പം ഇന്നത്തെ കോലം ഇത് പ്രാക്ടീസ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു കോലത്തിൽ വന്നത്. മാഷുള്ള സമയത്ത് നമ്മൾ കുർത്തിട്ടിട്ടേ വരാറുള്ളൂ. മാഷോടുള്ളൊരു റെസ്പെക്റ്റ് എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ക്ലാസിക്കലല്ലേ, അപ്പോൾ നമുക്കങ്ങനെ എന്തെങ്കിലും ഇട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. പ്രാക്ടീസ് ആകുമ്പോൾ പിന്നെ ആരും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇങ്ങനത്തെ എന്ത് കോലിട്ടിട്ടും കളിക്കാം. അപ്പോൾ അങ്ങനെ നല്ല പ്രകൃതി രമണീയമായ ഒരു ആംബിയൻസിൽ ആ ഒരു ഫീലിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ചൂട് മാത്രമേ സഹിക്കാൻ പറ്റാത്തുള്ളൂ, ബാക്കി എല്ലാം അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് നമ്മൾ പ്രാക്ടീസൊക്കെ തീർത്തു. അപ്പോൾ പ്രാക്ടീസ് ഡേൻ്റെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ അതുവരെ ടാറ്റാ.